ഹായ് നമസ്കാരം. സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ പത്തരമാറ്റിൻ്റെ കഥയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഭയങ്കര ചർച്ചയിലാണ്. വീട്ടിലെന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഇന്നലെ രാത്രി ഇവരൊക്കെ കിടക്കാൻ ഒരുപാട് ലേറ്റായിരിക്കുന്നു. വാഹനങ്ങൾ വന്ന് നിൽക്കണ ശബ്ദം കേൾക്കണു. ഇപ്പോൾ നമ്മളോട് ആരും ഒന്നും പറയുന്നില്ല, എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് വീട്ടിൽ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ മുത്തശ്ശിയും പറയണ്ട, ആ അനാമിക മോളുടെ കാര്യം വളരെ കഷ്ടമാണ്. ആ കുട്ടിയാണെങ്കിൽ നമ്മളോടൊന്നും തുറന്ന് പറയുന്നില്ല. എല്ലാവരും കൂടെ അവളെ ഒറ്റപ്പെടുത്തിയ പോലെയാണ് തോന്നുന്നത്. അനിയാണെങ്കിൽ അവളെ ഒന്ന് പുറത്തോട്ട് കൂട്ടിക്കൊണ്ടുപോകുന്ന പോലുമില്ല. പണ്ടൊക്കെ നമ്മളൊന്ന് നിർബന്ധിക്കുമ്പോൾ അവനൊന്ന് കൊണ്ടുവരുന്നു, ഇപ്പോൾ അതുമില്ല. അപ്പോൾ മറ്റുള്ളവർ കൂട്ടിക്കൊണ്ടുപോകുന്ന പോലെ അല്ലല്ലോ ഭർത്താവ് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ. ആദർശം എങ്ങനെ ഇപ്പോൾ നയനെ ഓഫീസിൽ കൊണ്ട് എത്തിയിരിക്കുന്നവൻ ഇപ്പോഴും കാണാൻ വേണ്ടിയിട്ടല്ലേ. ഇനിയാണെങ്കിൽ അത് ചെയ്യണമില്ല, ഇനി അതൊരു ലോകത്താണ്, ഇങ്ങനെയാണെന്നൊക്കെ പറയുകയാണ്. രണ്ടുപേരും കൂടെ ഭയങ്കര ചർച്ചയിൽ അനാമിക പരിശുദ്ധയാണ് കേട്ടോ. അനാമികയ്ക്ക് ഒരു പ്രശ്നമില്ല, വളരെ നല്ല കുട്ടിയാണ് അനാമിക. അവരുടെ രണ്ടാളുടെയും ചർച്ചയിൽ. അപ്പോൾ ദേവയാനി ഇപ്പോൾ പണ്ടൊക്കെ അനാമിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്ന് നയനെ സ്നേഹിക്കില്ലായിരുന്നു. അപ്പോൾ അനാമികേനെ തലയിൽ വെച്ചുകൊണ്ട് നടക്കുമ്പോൾ എന്തോ അനാമികയുടെ എന്തോ ദേഷ്യം പോലെയാണ് എന്നൊക്കെ പറയും. അത് പിന്നെ അങ്ങനെ അല്ലാതിരിക്കുമോ? നയനമോളല്ലേ ദേവയാനിക്ക് കരൾ കൊടുത്തത്, അപ്പോൾ ആ ഒരു സ്നേഹം ഉണ്ടാവില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അതല്ല, അത് വേറെ എന്തോ പ്രശ്നമാണ്. നമ്മളോട് സംസാരിക്കുന്നില്ല ആരും, എന്താണ് കാര്യം എന്നുള്ളത് ആരും നമ്മളോട് പറയുന്നില്ല. പറയാതിരിക്കുന്ന എങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കുക എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ ഒരു ചർച്ച ചെയ്യേണ്ടത്. എന്തായാലും നോക്കട്ടെ, ഇതെവിടെ വരെ പോകും നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അനാമികയുടെ വീട്ടിലേക്ക് പോണതാണ്. കാറ് കൊണ്ടിറങ്ങി ടാക്സിയൊക്കെ പറഞ്ഞേക്കുമ്പോഴേക്കും രേവതി ഓടി വരികയാണ്. അപ്പോൾ മോളെ എന്താ അവിടെ വിശേഷം, നീ എല്ലാവർക്കും കാണിച്ചോ വീഡിയോ ചോദിക്കുക. അപ്പോൾ പറയും എല്ലാവർക്കും കാണിച്ചു വീഡിയോ, കിളവിക്കും കാണിച്ചു കൊടുത്തില്ലേ എന്നൊക്കെയാണ്. ഇല്ല അവരെ കാണിച്ചിട്ടില്ല. അതെന്താ അവരെ കാണിക്കുന്നത്? അവരെയല്ലേ ആദ്യം കാണിക്കേണ്ടത്, അവരെയാണ് കാണിക്കേണ്ടത് നീ എന്നൊക്കെ പറയും. അപ്പോൾ ഇല്ല ബാക്കി എല്ലാവരെയും കാണിച്ചു, അവരെ ഓരോരുത്തർക്കും കാണിക്കാനൊരു സമയമുണ്ട്, അങ്ങനെ പെട്ടെന്ന് കൊണ്ടുപോയിട്ടൊന്നും കാണിക്കാൻ പറ്റില്ല. ഇപ്പോൾ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നത് അവർ രണ്ടുപേരും അല്ലേ. നിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നിപ്പോൾ അവർക്കറിയില്ലല്ലോ. കാരണം നീയും ഞാനും കൂടെ ചേർന്നാണ്